അതേതാക്ഷരം? അയില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് സാറ്റർഡേ വ്ലോഗാണ് കേട്ടോ ചെയ്യണത്. രാവിലെ നമ്മൾ നാട്ടിലെത്തി, ചാലക്കുടിയിലാണ്. അപ്പൊ രാവിലെ ഓരോരുത്തരെ എന്തൊക്കെ ചെയ്യണു എന്നുള്ളതാണ് ഞാൻ കാണിച്ചു. 9 മണിയായിട്ടോ. ഇന്നലെ 2 മണി ആയിട്ടുണ്ട്, 2 മണി കഴിഞ്ഞിട്ടുണ്ടോ ഇറങ്ങിയപ്പോ. ചുക്കുന്ന എപ്പോഴും അങ്ങനെയാണ്, ലേറ്റ് ആണ്. അപ്പം അതാണ് ഇത്രയും ലേറ്റ് ആയിട്ട് എണീറ്റത്. അപ്പൊ ഇനി ഇനി ഞാനിന്ന് ഭയങ്കരമായി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആവണം. അത് ഞാൻ ആ ഫ്രിഡ്ജിന്റെ കവറിൽ വെച്ചിട്ടുണ്ട്, നമുക്കൊണ്ടിരിക്കാം. ഞാൻ എടുക്കാൻ വരാം. അപ്പൊ ഞാനിന്ന് ഭയങ്കരമായിട്ടൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കണം. രാവിലെ ഞാൻ എക്സസൈസ്, രാവിലെ തന്നെ ഇന്നിപ്പോ ഞാൻ നോർമലി സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ എന്തെങ്കിലും വീഡിയോ പ്ലാൻ ചെയ്യാറുണ്ട്. അതായത് കുറച്ച് നല്ലോണം ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ഉള്ള എന്തെങ്കിലും വീഡിയോ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നത്തേക്ക് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് നല്ല പ്രൊഡക്റ്റീവായിട്ട്, അതായത് നമ്മള് എക്സസൈസ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല ലേറ്റ് ആയിട്ട്, അപ്പൊ പിന്നെ എക്സസൈസ് തന്നെ ചെയ്യണില്ല, നമുക്ക് പാടൂർക്ക് പോകാനുള്ളതാ. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പല്ലും കൂടി തേച്ചിട്ടായിരുന്നില്ല, അപ്പൊ എന്റെ മുഖം കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിക്കാണ്ടിരുന്നത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. ഇവിടെ ജുഗുനവിടെ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്ന് മലയാളങ്ങൾ നിരത്തി വെക്കുക. പാലും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണു. അതേ വന്നു പാലും കൊണ്ട്. വരാട്ടോ, അവന് പാല് കൊടുക്കട്ടെ. ചായ കുടിക്കണു. എല്ലോ കാറുണ്ട് അല്ലേ? അത് ഓടിത്തുടങ്ങി, അത് പോയി. വീടുണ്ടാക്കാൻ പോവാണ് ഇവിടെ ജുഗുനൂന്. മിറ്റത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ജുഗുനു അവിടെ അല്ലേ? അവിടെ ഞങ്ങൾ വീടുണ്ടാക്കാൻ പോണു. വീടുണ്ടാക്കിട്ട് ഞങ്ങളുടെ വീട് കാണിച്ചു തരാം കേട്ടോ. എന്താ ചെയ്യണേ ജുഗുനു? എന്തിനാ കേടാക്കണേ? വീട് കേടാക്കണോ? അതെന്തിനാ അങ്ങനെ? ഇഷ്ടം. ഞാനിപ്പോ ഇവിടെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആക്ച്വലി കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് കഴിച്ചിട്ടൊക്കെ വേണം പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ തന്നെ ജുഗുനുവിന് വീടുണ്ടാക്കാനും അതിനൊക്കെ പോയിട്ട് ഇപ്പം ടൈം 10 മണിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി കഴിക്കുകയാണ്. കഴിച്ചിട്ട് കുളിക്കില്ല. ഇനിയിപ്പം എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടൊക്കെ കുളിക്കുന്നുണ്ടാവുള്ളായിരിക്കും. ചോദിക്കുകയാണ് കേട്ടോ. എല്ലാവരും കഴിച്ചു, ഞാൻ ജുഗുനു കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ലേറ്റ് ആണ് എപ്പോഴും, ജുഗുനും കൂടി ഉള്ളൂ. വല്യമ്മളൊക്കെ കഴിച്ചോളൂ. വാഴപ്പഴം കഴിക്കുന്ന സൂരജേട്ടൻ.
അതന്നെ. അതെ ഗ്ലാസ് ശരിട്ടാ. നമ്മളെങ്ങനാ പോണേ? ഞങ്ങളുടെ അച്ചാച്ചി വീട്ടിലേക്ക് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇറങ്ങും ചെയ്തില്ല. എന്നിട്ട് ഞങ്ങളത് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടേ ഞങ്ങളതേ പാടൂരെത്തി. എത്തിയ വഴി അവൻ അവന്റെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് അതെ അപ്പൊ അമ്മ ഇങ്ങനെ അമ്മ തരിക ആദ്യത്തെ കഴിക്കും. ഇവിടെ എത്തി ജുഗുനുവിന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ നോക്കുകയാണ് പതുക്കെ. ജുഗു എന്താ കഴിക്കണേ? കോൺഫ്ലെക്സ്. ഇവിടെ വന്നാൽ ജുഗുനുവിന്റെ മെയിൻ പരിപാടിയാണ് കോൺഫ്ലെക്സ് കഴിക്കാനുള്ളത്. വയസ്സുനാലും വയസ്സിലെങ്കിലും കോൺഫ്ലെക്സ് കഴിക്കുക അല്ല ജുഗുനു? ഇതെന്താ അത്? ഓ പറക്കണ ബലൂണാണോ? ആണോ? ആ മമ്മി ഹെൽപ്പ് ചെയ്യാൻ വന്നാണോ? എന്താ ചെയ്യാൻ പോണേ? ഇന്നിപ്പോ സൺഡേ ആണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഞാൻ ഇന്നലെ
വീഡിയോ മര്യാദയ്ക്ക് എൻഡ് ചെയ്തില്ല. അത് അതുകൊണ്ട് ഞാനിപ്പോ ഇന്ന് വന്നതാണ്. ഞാൻ സാറ്റർഡേ വ്ലോഗ് എടുക്കാനായിട്ട് ശരിക്കും ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ ഇന്നലെ മര്യാദയ്ക്ക് എൻഡ് ചെയ്യാത്തതായിരുന്നു കൊണ്ട് ഞാൻ ഇന്ന് ഒന്നും കൂടെ അതൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണം, പിന്നെ ഇന്നത്തെ കാര്യങ്ങളും പറയാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ ഇന്ന് രാവിലെയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. രാവിലത്തെ തിരക്ക് പിടിച്ച കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കാര്യങ്ങളും കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇന്ന് രാവിലെ. അപ്പം അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പൊ എന്റെ കോലം ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് എനിക്ക് പിന്നെ മടിയായി. ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. കണ്ടോ, ജുബിന് ഇടിച്ച് തകർത്തതാണ് ഇവിടെ. ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, എനിക്ക് മര്യാദക്ക് എന്താ ഡ്രസ്സ് മാറ്റാൻ, കുളിക്കാനൊന്നും മര്യാദക്ക് സ്കിൻ കെയർ ചെയ്യാനോ കുളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ മടിച്ചിട്ട് ഇന്ന് വരാണ്ടതാണ്. ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഉച്ച വൈകുന്നേരമായി. വന്നിട്ടുണ്ട് കേട്ടോ. കുളിക്കുന്നു. അപ്പം അത് കാരണം കൊണ്ട് ഞാന് വൈകുന്നേരമായപ്പോഴാണ് ഞാൻ എന്തായാലും എന്ത് ചെയ്യണല്ലോ വീഡിയോ, എന്നാൽ പിന്നെ ഇതെങ്കിലും എടുത്തേക്കാം. അപ്പൊ ഞാനിത് ഇവിടെ ജുഗിന് പോലെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നൂല് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെ. വൈകിട്ട് ഞാന് സേമിയ പായസം തരാന്ന്. അപ്പം അത് കാരണം ഞാൻ അവന് സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് അവിടെ വച്ചേക്കുന്നു. സേമിയ പായസം ഉണ്ടാക്കാൻ വച്ചിട്ടുണ്ട്, ആയിട്ടില്ല, ആവുമ്പോ തരാട്ടോ. സേമിയ പായസം ഉണ്ടാക്കാന്ന്. അപ്പൊ ഞാൻ അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇന്ന് വൈകുന്നേരത്തെ കാര്യങ്ങളും കൂടെ അങ്ങനെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സേമിയ പായസം ഉണ്ടാക്കട്ടെ. ഇതിന് ഇഷ്ടമല്ലേ സേമിയ പായസം? ജൂനിയുടെ ഫേവറേറ്റാ ആണോ? അപ്പൊ നമ്മളപ്പോ സേമിയ പായസം ഒക്കെ ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞാന് ഇന്നലെ പ്ലാൻ ചെയ്ത ഹെയർ വാഷ് ഇന്നലെ നടന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ചെറിയൊരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട്. എന്റെ ഹെയർ എന്താ പറയാ, ഹെയർ ഓയിലിങ്ങില് ഞാൻ ചെറിയൊരു അപ്ഡേറ്റ്, ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതെന്താണ്, ഇതാണ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ കേട്ടോ. ഇത് സോൾഫ്ലവറിന്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. അപ്പൊ ഇത് ഞാന് ഇതിന്റെ ഒരു 2 to 3 ഡ്രോപ്സ് അല്ലെങ്കിൽ 3 to 5 ആയാലും കുഴപ്പമില്ല. ബിഗിനേഴ്സ് 2 to 3 ഡ്രോപ്സ് എടുത്താലും മതി. 2 to 3 ഡ്രോപ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ, ഇപ്പൊ ഞാനിവിടെ കാച്ചി വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന കാച്ചി വെളിച്ചെണ്ണ തന്നെ അതിലേക്ക് എടുത്തിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാണ്. അപ്പം ഇതാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കുളിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ, അതായത് കറക്റ്റ് ഒരു റൂട്ടീൻ കീപ്പ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാനൊന്നും ഇപ്പൊ പറ്റാറൊന്നുമില്ല. പക്ഷെ പറ്റുമ്പോ ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് അടിപൊളിയാണെന്നാണ് പറയണത്. ഇത് തേച്ചോണ്ടാണോ എന്നറിയില്ല, എനിക്ക് കുറവൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഫുഡിന്റെ കാര്യങ്ങളിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് കുറവുള്ളതായിട്ട്, ഹെയർ ഫോൾ കുറച്ച് കുറവുള്ളതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇവരെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ തലയിലെ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തു. ഒരു അരമണിക്കൂർ ഇരിക്കുന്നേ നല്ലത്. അപ്പം അരമണിക്കൂർ ഇരിക്കുന്ന ആ സമയം ഞാൻ ചെറിയ ചെറിയ പണികളൊക്കെ തീർക്കുകയാണ്. അപ്പം എനിക്ക് തോന്നിട്ടത് എടുത്ത് വെക്കാൻ, മടക്കി വെക്കാനുണ്ട്. അപ്പം അത് മടക്കി വെച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ വേറെ അല്ലറ ചില്ലറ വീഡിയോസ് ഒക്കെ കേൾക്കുകയാണ് അതൊക്കെ ചെയ്യും. മടക്കി വെക്കലൊക്കെ കഴിഞ്ഞു. അപ്പൊ സൈഡിൽ കൂടെ ഞാൻ മറ്റേ ന്യൂസ് കാണുമായിരുന്നു. അനുപമയുടെ മറ്റേ പിടിച്ചോണ്ടോയില്ലേ, കുട്ടീനെ പിടിച്ചോണ്ടോയില്ലേ, തട്ടിക്കൊണ്ടോയില്ലേ, ആ ന്യൂസ് കാണായിരുന്നു. എന്നല്ലേ അടിപൊളി. പൈസ ഇല്ലാണ്ട മുമ്പ് അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള അവസ്ഥ അല്ലെ. എന്തായാലും എന്റെ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ പതുക്കെ ഇപ്പം 6:10 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പതുക്കെ ഇനി കുളിക്കാൻ നോക്കട്ടെ. കളിക്കാൻ പോവാണോ? ബൈ ബൈ. ഹലോ ഗോയ്സ് അല്ല കണ്ണ, ഹലോ ഗൈസ്.
Hello guys. ആ വെൽക്കം ടു ഡബിൾ എസ്. Double S. ആ നീ ജൂന് എന്ത് ചെയ്യാൻ പോവാ? ജൂന് കളിക്കാൻ പോവാന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഞങ്ങള് രാത്രിയായി, ഞങ്ങൾ ഉഷാറായി, ഞങ്ങള് കളിക്കാനൊക്കെ പോവാണ്. അത് കഴിഞ്ഞാ ഞങ്ങള് വാവ ഉറങ്ങും അല്ലേ? ഞങ്ങള് വാവ ആണോ? അപ്പൊ അത്രേ ഉള്ളൂ. Tata.